butter chicken kurtosh. This is called the creamy kurtosh, tandoori cheesy kurtosh. Actually, Desert Stormil ഈ മാസം കുർത്തോഷ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. സേവറിലും 3 ടൈപ്പ് ഓഫ് കുർത്തോഷ വരുന്നത്. ഒന്ന് ബട്ടർ ചിക്കൻ മസാലയൊക്കെ ആയിട്ട്, മറ്റൊന്ന് ക്രീമി, അത് കുറച്ചും കൂടി ലൈറ്റ് നമ്മളൊരു പാസ്തയൊക്കെ ടൈപ്പായിട്ടുള്ള വൈറ്റ് സോസിൽ വരുന്നതാണ് ക്രീമി. പിന്നെ വരുന്നത് തന്തൂരി ചീസി, കുറച്ചും കൂടി സ്പൈസി ആയിട്ടുള്ള ഐറ്റംസാണ്. ബട്ടർ ചിക്കൻ പക്ക പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് വരുന്നത്. ആ ഒരു ശരിക്കും ബട്ടർ ചിക്കനിൽ കുറച്ചൊരു സ്പൈസിൻ്റെ ഒരു മീഡിയം ലെവൽ ഓഫ് സ്പൈസി വരുന്നുണ്ട് ബട്ടർ ചിക്കനിൽ. പിന്നെ മസാല മാത്രം എടുത്ത് കഴിച്ചു നോക്കിയാൽ ക്രീമി കുർത്തോഷ് കുറച്ചും കൂടി മൈൽഡ് ഫ്ലേവറാണ്. ഇപ്പോൾ സ്പൈസി ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ക്രീമി കുർത്തോഷ്. ഏതൊരു ആൾക്കാർക്കും പറ്റിയ ഐറ്റംസ് ആണ്. സ്പൈസി വേണമെങ്കിൽ ക്രീമി ചൂസ് ചെയ്യാം. ഒരു മീഡിയം സ്പൈസി ആണെങ്കിൽ ബട്ടർ ചിക്കൻ ചൂസ് ചെയ്യാം. ഇനി നല്ല സ്പൈസി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തന്തൂരി ചീസി ചൂസ് ചെയ്യാം. കൂടുതൽ ചീസിയൊക്കെ ആയിട്ട് കാണുന്നതാണ് തന്തൂരി ചീസ്. ഇതിൻ്റെ മേലെ മൊസറല്ല ഷ്രെഡഡ് ചീസൊക്കെ ഇട്ടിട്ടുണ്ടാവും. മധുരമൊക്കെ കഴിച്ചിട്ട്, പ്രത്യേകിച്ച് ഡെസേർട്ട് സ്റ്റോമിൽ ഡെസേർട്ട്സ് ആണല്ലോ, ഈ മധുരമൊക്കെ കഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു വേറെ തന്നെ ടേസ്റ്റാണ്. ആ സ്പൈസിനെസ്സും ചീസിയും ഒക്കെ കൂടെ ആകുമ്പോൾ വേറെ ലെവലാണ്. നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയത് സേവറി കുർത്തോഷ. ഇപ്പോൾ അതിൻ്റെ തന്നെ സ്വീറ്റ് കുർത്തോഷ വരുന്നത്. 3 ടൈപ്സ് സ്വീറ്റ് കുർത്തോഷ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ബിസ്കോഫ്, ചോക്കോ കുർത്തോഷ്, ഓറിയോ കുർത്തോഷ്. അപ്പോൾ 1 by 1 ആയിട്ട് തുടങ്ങാം. ഇതൊരു സ്പ്രിങ് പോലെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതൊരു കോൺ ടൈപ്പാണല്ലോ സേവറിയിൽ വരുന്നത്. ഇതൊരു സ്പ്രിങ് ടൈപ്പ് വരുന്നത്. ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇത് മാറ്റി വെക്കുക, വളരെ മാന്യമായിട്ട് കൈയോടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റും. ഫോർക്കും സ്പൂണാകുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ കഴിക്കാൻ പറ്റുന്നില്ല. പീസാക്കുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഫില്ലിങ്സ് ഉണ്ട്. ഐസ്ക്രീം ഇട്ടടിക്കുക. ഈ ഫോർക്കും നൈഫും ഒരു നൈഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല വൃത്തിയിൽ തിന്നാകില്ല. അതിൻ്റെ ഉള്ളിൽ വരുന്നത് ബിസ്കോഫ് സ്പ്രെഡും പിന്നെ ബിസ്കോഫ് ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തിട്ടിട്ട് അതിൻ്റെ കൂടെ വാനില ഐസ്ക്രീമും ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റും ഡിസൈൻ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ബിസ്കോഫ് വരുന്നത്. ഇത് വരുന്നത് ചോക്കോ കുർത്തോഷിൽ 3 സിഗ്നേച്ചർ ചോക്ലേറ്റ്സ് വരുന്നത്. വൈറ്റ്, ഡാർക്ക്, മിൽക്ക്. അതിൻ്റെ കൂടെ തന്നെ വാനില ഐസ്ക്രീമും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളിലും നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം ചോക്കോ കുർത്തോഷ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ചോക്ലേറ്റിൽ വരുന്നതാണ്. അതിൻ്റെ മേലെ ആൽമണ്ട് ക്രഞ്ച് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതും അതുപോലെ ഒരു സ്പ്രിങ് ടൈപ്പിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് കൈയോട് കട്ട് ചെയ്യാനാണ് ഏറ്റവും ഈസി. ഗ്രില്ല് ചെയ്തെടുക്കുന്നതുകൊണ്ട് കുറച്ച് ഒരു ഹാർഡ് ബ്രെഡായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഐറ്റം ഓറിയോ. ഇത് കംപ്ലീറ്റ്ലി ഓറിയോ സ്പ്രെഡ് ചെയ്തിട്ട് ഉള്ളിൽ ന്യൂട്ടല്ല വരുന്നത്. അതുപോലെ തന്നെ വാനില ഐസ്ക്രീമും ഓറിയോ ബിസ്ക്കറ്റും വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് വരുന്നത്. എനിക്ക് കുറച്ച് ഐസ്ക്രീം ഇല്ലാതെ കഴിക്കാനാണ് കുറച്ചും കൂടി ഇഷ്ടം. ഇതിൻ്റെ ഓരോ പ്രോസസ്സും ഏകദേശം ഒരു 15 to 20 minutes എടുക്കും ഒരു കുർത്തോഷ് സെറ്റ് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ഡോ സെറ്റ് ചെയ്യുക, പിന്നെ അത് റോൾ ചെയ്ത് ഗ്രില്ല് ചെയ്ത് അതിനുശേഷം മേലുള്ള ക്രഷസൊക്കെ വെച്ച് ഉള്ളിൽ അതിൻ്റെ സ്പ്രെഡ്, ചോക്ലേറ്റ് ആണെങ്കിൽ ചോക്ലേറ്റ്, ബിസ്കോഫ് ആണെങ്കിൽ ബിസ്കോഫ്, അതൊക്കെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഐസ്ക്രീമൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടൊരു 15 to 20 minutesൻ്റെ പ്രോസസ്സാണ് ഈ കുർത്തോഷിനുള്ളത്. നേരത്തെ നമ്മൾ സേവറിൻ്റെ കൂടെ നല്ല സ്വീറ്റ് മൊയ്ത്തോണ് കഴിച്ചത്. ഇപ്പം നേരെ ഓപ്പോസിറ്റിൽ നിങ്ങൾ സ്വീറ്റ് കഴിക്കുമ്പോൾ സ്പൈസി മൊയ്ത്തോസാണ്. ഇത് മാംഗോ മൊയ്ത്തോ, ഗുവാവ മൊയ്ത്തോ. സ്വീറ്റ് കഴിച്ചിട്ട് സ്പൈസി മൊയ്ത്തോ കുടിക്കാൻ വേറെ തന്നെ ഒരു വൈബാണ്. ഇപ്പോൾ ലൊക്കേഷൻ അറിയാലോ,
മാവൂർ റോഡ് മർക്കസ് കോംപ്ലക്സിലുള്ള ഡെസേർട്ട് സ്റ്റോൺ.